വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 അക്കൗണ്ടൻസിയുടെ ഒന്നാമത്തെ അധ്യായമായ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടൻസി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന് 2014 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇൻ ഹൗ മെനി വേസ് ആർ അസറ്റ്സ് ക്ലാസിഫൈഡ്? അക്കൗണ്ടിങ്ങിൽ അസറ്റുകളെ എത്ര തരമായാണ് തരംതിരിക്കുന്നത്, അഥവാ അക്കൗണ്ടിങ്ങിൽ എത്ര തരത്തിലുള്ള അസറ്റുകളാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമായും 6 തരത്തിലുള്ള അസറ്റുകളാണ് അക്കൗണ്ടിങ്ങിലുള്ളത്. മെൻഷൻ ദീസ് വേ. അങ്ങനെ 6 അസറ്റുകളുടെ പേര് എഴുതി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് അക്കൗണ്ടിങ്ങിലുള്ള പ്രധാനപ്പെട്ട 6 അസറ്റ്? 1 കറണ്ട് അസറ്റ്, 2 ഫിക്സഡ് അസറ്റ്, 3 ടാഞ്ചിബിൾ അസറ്റ്, 4 ഇൻടാഞ്ചിബിൾ അസറ്റ്, 5 ഫിക്റ്റീഷ്യസ് അസറ്റ്, 6 വേസ്റ്റിംഗ് അസറ്റ്. ഈ 6 അസറ്റുകളുടെയും പേര് എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യന് 2020 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദി ഓബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? എനി 3. അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 3 ലക്ഷ്യങ്ങളെ പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ടിങ്ങിൻ്റെ 3 ലക്ഷ്യങ്ങൾ എഴുതിയാൽ നമുക്ക് 3 മാർക്ക് കിട്ടും. ഏതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ 3 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്? 1 മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുക. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ എന്താണ്? കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്തി കൊടുക്കുക. അതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടെത്തി കൊടുക്കുക. ഒരു ബിസിനസ്സിന് അസറ്റ് എത്രയാണ്, ലാബിലിറ്റി എത്രയാണ്, ക്യാപിറ്റൽ എത്രയാണ് ഉണ്ടായത് എന്ന് കണ്ടെത്തി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യന് 2020 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് ആൻ എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഫോർ ദ മോർ ദാൻ 1 ഇയർ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ്. ബിസിനസ്സിന് ഒരു ചെലവുണ്ടാകുമ്പോൾ ആ ചെലവിലൂടെ ഉണ്ടാകുന്ന നേട്ടം 1 വർഷത്തിനേക്കാൾ കൂടുതൽ ലഭ്യമാവുകയാണെങ്കിൽ, ആ ചെലവിലൂടെ ഉണ്ടാകുന്ന ബിസിനസ്സിനുണ്ടാകുന്ന നേട്ടം 1 വർഷത്തിനേക്കാൾ കൂടുതൽ ലഭ്യമാവുകയാണെങ്കിൽ അത്തരം എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ലാബിലിറ്റി, ഓപ്ഷൻ സി അസറ്റ്, ഓപ്ഷൻ ഡി റവന്യൂ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി അസറ്റാണ്. കാരണം നമ്മളൊരു മിഷനറി 10 ലക്ഷം രൂപയുടെ മിഷനറി മേടിച്ചു എന്ന് വിചാരിച്ചോളൂ. 10 ലക്ഷം രൂപ കൊടുത്തിട്ട് മിഷനറി മേടിക്കുമ്പോൾ അതൊരു എക്സ്പെൻഡിച്ചർ ആണല്ലോ, ചിലവാണല്ലോ. ആ മിഷനറി നമുക്ക് 10 കൊല്ലത്തിലേക്ക് ഉപയോഗിച്ചൂടെ? അപ്പോൾ 1 കൊല്ലത്തിനേക്കാൾ കൂടുതൽ നമുക്ക് 10 ലക്ഷം രൂപ കൊടുത്തിട്ട് മിഷനറി മേടിക്കുമ്പോൾ 10 ലക്ഷം രൂപയുടെ ചിലവ് നമ്മൾ മിഷനറി മേടിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കുമ്പോൾ ആ മിഷനറി മേടിക്കുന്നതിലൂടെ നമുക്ക് 1 കൊല്ലത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടൂലേ? 1 കൊല്ലത്തിനേക്കാൾ കൂടുതൽ വർഷം നമുക്ക് ആ മിഷനറി ഉപയോഗിച്ചൂടെ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, അസറ്റാണ്. അടുത്ത ക്വസ്റ്റ്യന് 2013 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡാഷ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദ യൂസ് ഓഫ് തിങ്സ് ഓർ സർവീസ് ഫോർ ദ പർപ്പസ് ഓഫ് ജനറേറ്റിംഗ് റവന്യൂ. വരുമാനമുണ്ടാക്കാനായി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതും സേവനങ്ങൾ വാങ്ങുന്നതും അതിനുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ നമ്മൾ മേടിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഈ ഒരു ചോദ്യത്തിൽ കൊടുത്തിട്ടുള്ള ഒരൊറ്റ സെൻറ്റൻസ് ഒരൊറ്റ വേർഡ് ഓർത്തിരുന്നാൽ മതി. കോസ്റ്റ്, ചെലവ്. ചെലവിനെ വിളിക്കുന്ന പേരെന്താണ്? നമുക്കുണ്ടായ ചെലവിനെ, ബിസിനസ്സിലുണ്ടായ ചെലവിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി എക്സ്പെൻസ്, ഓപ്ഷൻ സി ഇൻകം, ഓപ്ഷൻ ഡി ലാബിലിറ്റി. ഏതാണ്? കോസ്റ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പോൾ ബിസിനസ്സിന് വരുമാനമുണ്ടാക്കാനായി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതും
സേവനങ്ങൾ വാങ്ങുന്നതും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി എക്സ്പെൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യന് 2013 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ചൂസ് ദ കറക്റ്റ് സീക്വൻസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? അക്കൗണ്ടിങ്ങിലെ ശരിയായ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ടിങ്ങിൽ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് ചില സ്റ്റെപ്പുകളുണ്ട്, ഘട്ടങ്ങളുണ്ട്. അതിൽ ശരിയായ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഐഡൻറ്റിഫൈയിങ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്. ഓപ്ഷൻ ബി ഐഡൻറ്റിഫൈയിങ്, റെക്കോർഡിംഗ്, സമ്മറൈസിങ്, ക്ലാസിഫൈയിങ്. ഓപ്ഷൻ സി റെക്കോർഡിംഗ്, സമ്മറൈസിങ്, ക്ലാസിഫൈയിങ്, ഐഡൻറ്റിഫൈയിങ്. ഓപ്ഷൻ ഡി ഐഡൻറ്റിഫൈയിങ്, ക്ലാസിഫൈയിങ്, റെക്കോർഡിംഗ്, സമ്മറൈസിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്. അപ്പോൾ ഇതിൽ കറക്റ്റ് സീക്വൻസ് ഏതാണെന്ന് ചോദിച്ചാൽ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. ഐഡൻറ്റിഫൈയിങ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. കറക്റ്റ് സീക്വൻസ് അതാണ്. കാരണം ഒരു ബിസിനസ്സിൽ സാമ്പത്തിക ഇടപാട് നടന്നു കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യലാണ്, കണ്ടെത്തലാണ്. ബിസിനസ്സിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാട് തിരിച്ചറിയലാണ്, ഐഡൻറ്റിഫൈ ചെയ്യലാണ്. സാമ്പത്തിക ഇടപാട്, അക്കൗണ്ടിങ്ങിൽ നടക്കുന്ന ബിസിനസ് ഇടപാട് രേഖപ്പെടുത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ സാമ്പത്തിക ഇടപാട് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് അത് രേഖപ്പെടുത്തലാണ്, റെക്കോർഡ് ചെയ്യലാണ്, ജേണലിൽ റെക്കോർഡ് ചെയ്യലാണ്. ജേണലിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് ലെഡ്ജറിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും. അതിനെ നമ്മൾ ക്ലാസിഫൈ എന്നാണ് പറയുക. അതിനുശേഷം നമ്മൾ ട്രയൽ ബാലൻസ് ഒക്കെ തയ്യാറാക്കും. അതിനെ നമ്മൾ സമ്മറൈസിങ് എന്ന് പറയും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കറക്റ്റ് സീക്വൻസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്. ഐഡൻറ്റിഫൈയിങ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യന് 2013 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. കംപ്ലീറ്റ് ദ സീരീസ് ബേസ്ഡ് ഓൺ ദ ഹിൻഡ് ഗിവൺ. താഴെ കൊടുത്തിരിക്കുന്ന സീരീസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ ഒരു സൂചകം ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. ആ ഹിൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ എയുടെയും ബിയുടെയും ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഹിൻഡ് സൂചകം ഇതാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്, ഗുഡ് വിൽ. ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണമാണ് ഗുഡ് വിൽ. അപ്പോൾ ഓപ്ഷൻ എ ഫിക്റ്റീഷ്യസ് അസറ്റിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ബി ലിക്വിഡ് അസറ്റിന് ഉദാഹരണം ഏതാണെന്നാണ് എഴുതേണ്ടത്. ഓപ്ഷൻ എ ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റിന് ഉദാഹരണം എന്താണ്? പ്രിലിമിനറി എക്സ്പെൻസ്, പ്രാരംഭ ചെലവ്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു അസറ്റ് അല്ല, പക്ഷേ ചില സാങ്കേതികപരമായ കാരണങ്ങൾ കൊണ്ട് കണക്ക് പുസ്തകത്തിൽ അസറ്റായി രേഖപ്പെടുത്തുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റിന് ഉദാഹരണമാണ് പ്രിലിമിനറി എക്സ്പെൻസ്. അപ്പോൾ ഓപ്ഷൻ എയുടെ ഉത്തരം പ്രിലിമിനറി എക്സ്പെൻസ് എന്നാണ്. അടുത്ത ഓപ്ഷൻ ബി ലിക്വിഡ് അസറ്റ്. ലിക്വിഡ് അസറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കറണ്ട് അസറ്റ്. അപ്പോൾ ലിക്വിഡ് കറണ്ട് അസറ്റിന് ഉദാഹരണം ഏതാണ്? ക്യാഷ്. അപ്പോൾ ഓപ്ഷൻ എയുടെ ഫിക്റ്റീഷ്യസ് അസറ്റിന് ഉദാഹരണം പ്രിലിമിനറി എക്സ്പെൻസും ലിക്വിഡ് അസറ്റിന് ഒരു ഉദാഹരണം ക്യാഷുമാണ്. അപ്പോൾ ഇത്രയും ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യന് 2020 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. രമേശ് സോൾഡ് ഗുഡ്സ് ടു ബാബു. രമേശ് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ ബാബു എന്ന് പറയുന്ന കസ്റ്റമർക്ക്, അദ്ദേഹത്തിൻ്റെ കസ്റ്റമർക്ക് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി, ഗുഡ്സ് വിൽപ്പന നടത്തി. ഓപ്ഷൻ എ ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ റെഫേർഡ് അബോവ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഇടപാട് ഏത് ഇടപാടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രമേശ് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ ബാബുവിന്, അദ്ദേഹത്തിൻ്റെ കസ്റ്റമറായ ബാബുവിന് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? സെയിൽസ് ആണ്. അപ്പോൾ ഓപ്ഷൻ എയുടെ ഉത്തരം സെയിൽസ് ആണ്. ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ സെയിൽസ് ആണ്. ഓപ്ഷൻ ബി ഹൂ ഈസ് ദ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ ഓഫ് ദിസ് ട്രാൻസാക്ഷൻ. ഈ ഇടപാടിൽ ഡെപ്റ്റർ ആരാണ്, ക്രെഡിറ്റർ ആരാണ്? രമേശ് ബാബുവിന് ഉൽപ്പന്നങ്ങൾ വിറ്റപ്പോൾ, കടത്തിന് വിറ്റപ്പോൾ ഈ ഇടപാടിലെ ഡെപ്റ്റർ ആരാണ്, ക്രെഡിറ്റർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കേണ്ട ആളാണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടേണ്ട ആളാണ്. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കാനുള്ള ആൾ, ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാനുള്ള ആൾ. രമേശ് ബാബുവിന് കടത്തിന് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സമയത്ത് രമേശിന് പൈസ കിട്ടാനുള്ള ആളാണല്ലോ. രമേശിന് ബാബുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുണ്ടാവുകയാണല്ലോ ചെയ്യുക രമേശ് ബാബുവിന് കടത്തിന് വിൽപ്പന നടത്തുമ്പോൾ. അപ്പോൾ രമേശ് ആരാണ്? ക്രെഡിറ്ററാണ്.
കാരണം ക്രെഡിറ്റർ പൈസ കിട്ടാനുള്ള ആളാണ്. അതുകൊണ്ട് ക്രെഡിറ്റർ ആരാണ്? രമേശാണ്. സ്വാഭാവികമായിട്ടും ഡെപ്റ്റർ ആരായിരിക്കും? ബാബു ആയിരിക്കും. കാരണം ഡെപ്റ്റർ പൈസ കൊടുക്കാനുള്ള ആളാണ്. രമേശ് ബാബുവിന് കടത്തിന് വിൽപ്പന നടത്തുമ്പോൾ ബാബു രമേശിന് പൈസ കൊടുക്കാനുണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ ബാബു ആണ് ഡെപ്റ്റർ. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഒരു ക്വസ്റ്റിന് 2018 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. മെൻഷൻ എനി 2 ഇൻറ്റേർണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഇൻറ്റേർണൽ യൂസേഴ്സിൻ്റെ 2 പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഉപഭോക്താക്കളെ 2ആയി തരംതിരിക്കുന്നു എന്ന് നമുക്കറിയാം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സിനെ 2ആയി തരംതിരിക്കുന്നു. ഒന്ന് ഇൻറ്റേർണൽ യൂസേഴ്സും 2 എക്സ്റ്റേണൽ യൂസേഴ്സും. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ പുറത്തുള്ള ആൾക്കാർ. ഇൻറ്റേർണൽ യൂസേഴ്സിന് എന്തൊക്കെയാണ് ഉദാഹരണം? അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഇൻറ്റേർണൽ യൂസേഴ്സിന് എന്തൊക്കെയാണ് ഉദാഹരണം? 2 ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്ന് ഓണർ അഥവാ പ്രൊപ്പറേറ്റർ, ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ. 2 മാനേജേഴ്സ്, മാനേജർമാരും. അപ്പോൾ ഈ 2 ഇൻറ്റേർണൽ യൂസേഴ്സിൻ്റെ പേര് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2019 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് അസറ്റ്സ് ആസ് കറണ്ട് അസറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന വിവിധ അസറ്റുകളെ കറണ്ട് അസറ്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നുമായി തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കുറച്ച് അസറ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് കറണ്ട് അസറ്റ്, ഏതൊക്കെയാണ് ഫിക്സഡ് അസറ്റ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ മിഷനറി. മിഷനറി ഒരു ഫിക്സഡ് അസറ്റാണ്. ഓപ്ഷൻ ബി ക്യാഷ് ഇൻ ഹാൻഡ്, അതൊരു കറണ്ട് അസറ്റാണ്. ഓപ്ഷൻ സി ഡെപ്റ്റേഴ്സ്, അതൊരു കറണ്ട് അസറ്റാണ്. ഓപ്ഷൻ ഡി ബിൽസ് റിസീവബിൾ, അതൊരു കറണ്ട് അസറ്റാണ്. ഓപ്ഷൻ ഇ ഫർണിച്ചർ ഒരു ഫിക്സഡ് അസറ്റാണ്. ഓപ്ഷൻ എഫ് മോട്ടോർ വെഹിക്കിൾസ്, അതൊരു ഫിക്സഡ് അസറ്റാണ്. ഓപ്ഷൻ എ മിഷനറി ഫിക്സഡ് അസറ്റ്, ഓപ്ഷൻ ബി ക്യാഷ് ഇൻ ഹാൻഡ്, ഓപ്ഷൻ സി ഡെപ്റ്റേഴ്സ്, ഓപ്ഷൻ ഡി ബിൽസ് റിസീവബിൾ എന്നിവ കറണ്ട് അസറ്റാണ്. ഓപ്ഷൻ ഇ ഫർണിച്ചർ, ഓപ്ഷൻ എഫ് മോട്ടോർ വെഹിക്കിൾസ്, അതൊക്കെ എന്താണ്? ഫിക്സഡ് അസറ്റാണ്. ഇത്ര എഴുതിയ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2019 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ലിസ്റ്റ് ഔട്ട് എനി 4 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് പൊസസ്ഡ് ബൈ ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ബി യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഗുണനാത്മകമായ 4 സവിശേഷതകളെ പറ്റിയിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഗുണനാത്മകമായ സവിശേഷതകൾ. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനെ പറ്റി നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫോക്കസ് ഏരിയയുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് അക്കൗണ്ടിങ് വിവരങ്ങളുടെ 4 പ്രധാനപ്പെട്ട ഗുണനാത്മകമായ സവിശേഷതകൾ? ഒന്ന് റിയലബിലിറ്റി, വിശ്വസനീയം. അക്കൗണ്ടിങ്ങിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ റിയലബിൾ ആയിരിക്കും, വിശ്വസനീയമായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? രണ്ടാമത്തെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഗുണനാത്മകമായ സവിശേഷത എന്താണ്? റെലവൻസ്. അക്കൗണ്ടിങ് വിവരങ്ങൾ പ്രാധാന്യമുള്ളതായിരിക്കും, റെലവൻ്റ് ആയിരിക്കും. അപ്പോൾ റെലവൻസ് ആണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ സവിശേഷത അണ്ടർസ്റ്റാൻഡബിലിറ്റി, മനസ്സിലാക്കാൻ പറ്റുന്നവയാണ്. അക്കൗണ്ടിങ് വിവരങ്ങൾ ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡബിലിറ്റിയാണ് അക്കൗണ്ടിങ് വിവരങ്ങളുടെ മൂന്നാമത്തെ പ്രത്യേകത അഥവാ സവിശേഷത. നാലാമത്തെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഗുണനാത്മകമായ സവിശേഷത എന്താണ്? കമ്പയറബിലിറ്റി, താരതമ്യം ചെയ്യാൻ സാധിക്കുന്നവയാണ്. അക്കൗണ്ടിങ് വിവരങ്ങൾ താരതമ്യം ചെയ്യാൻ സാധിക്കുന്നവയാണ് എന്നതാണ് അക്കൗണ്ടിങ് വിവരങ്ങളുടെ നാലാമത്തെ ഗുണനാത്മകമായ സവിശേഷത. ഈ 4 പോയിന്റ് എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യന് 2019 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പെയ്ഡ് സാലറി ഈസ് ട്രീറ്റഡ് ആസ്. സാലറി കൊടുത്തത്, ശമ്പളം കൊടുത്തത് ബിസിനസ്സിൽ എന്തായിട്ടാണ് കാണുന്നത്? താഴെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ എക്സ്പെൻസ്, ചെലവ്. ഓപ്ഷൻ ബി ഇൻകം, വരുമാനം. ഓപ്ഷൻ സി അസറ്റ്, ആസ്തി. ഓപ്ഷൻ ഡി ലയബിലിറ്റി, ബാധ്യത. ശമ്പളം കൊടുത്തത്, സാലറി കൊടുത്തത്, പെയ്ഡ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എക്സ്പെൻസ് ആണ്, ബിസിനസ്സിൻ്റെ ചെലവാണ്. ശമ്പളം കൊടുത്തത്, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവാണ്.
ചെലവിനെ വിളിക്കുന്ന പേരെന്താണ്? എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് പെയ്ഡ് സാലറി, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തത് പെയ്ഡ് സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആയതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, എക്സ്പെൻസ് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റിന് 2019 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ ഓഡ് വൺ എമംഗ് ദ ഗിവൺ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. താഴെ അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഉപഭോക്താക്കളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സുകളുടെ പേരാണ്, അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഉപഭോക്താക്കളുടെ പേരുകളാണ് താഴെ 4 ഓപ്ഷനുകളായി കൊടുത്തിട്ടുള്ളത്. അതിൽ ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സിൽ ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ്, ഓഡ് വൺ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ മാനേജേഴ്സ്, ഓപ്ഷൻ ബി ക്രെഡിറ്റേഴ്സ്, ഓപ്ഷൻ സി ടാക്സ് അതോറിറ്റീസ്, ഓപ്ഷൻ ഡി ലേബർ യൂണിയൻസ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓഡ് വൺ ഏതാണ്? ഈ ഒറ്റപ്പെട്ടത് ഏതാണ്? ഈ 4 ഓപ്ഷനിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ എ മാനേജേഴ്സ് ആണ്. കാരണം നമുക്കറിയാം യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനെ 2ആയി തരംതിരിക്കുന്നുണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്നും എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ, എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ പുറത്തുള്ള ആൾക്കാർ. മാനേജർ, ഓപ്ഷൻ എ മാനേജർ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ്, ഇൻറ്റേർണൽ യൂസേഴ്സ് ആണ്. ബാക്കി വരുന്ന ഓപ്ഷൻ ബി ക്രെഡിറ്റേഴ്സ്, ഓപ്ഷൻ സി ടാക്സ് അതോറിറ്റി, ഓപ്ഷൻ ഡി ലേബർ യൂണിയൻസ്. അതൊക്കെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. അക്കൗണ്ടിങ് വിവരങ്ങളുടെ പുറമേയുള്ള ഉപഭോക്താക്കളാണ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ എ മാനേജറാണ്. കാരണം മാനേജേഴ്സ് ഒരു ഇൻറ്റേർണൽ യൂസേഴ്സും ബാക്കിയൊക്കെ എക്സ്റ്റേണൽ യൂസേഴ്സാണ്, അക്കൗണ്ടിങ് വിവരങ്ങളുടെ എക്സ്റ്റേണൽ യൂസേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ മാനേജേഴ്സ് ആണ്. അടുത്തൊരു ക്വസ്റ്റിന് 2016 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ. താഴെ കൊടുത്തിരിക്കുന്ന ഇടപാടുകളിൽ ബിസിനസ് ഇടപാടല്ലാത്തത് ഏതാണ്? ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്ത ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, 4 ഇടപാടുകൾ കൊടുത്തിട്ടുണ്ട്. ആ 4 ഇടപാടുകളിൽ ഏതാണ് ബിസിനസ്സുമായി ബന്ധപ്പെടാത്ത ഇടപാട് എന്ന് നമ്മൾ കണ്ടെത്തണം. ഓപ്ഷൻ എ ബോട്ട് മോട്ടോർ കാർ ഫോർ ബിസിനസ് ₹1 lakh. 1 ലക്ഷം രൂപയുടെ കാറ് ബിസിനസ്സിലേക്ക് മേടിച്ചു. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഇടപാടാണ്. അപ്പോൾ ഓപ്ഷൻ എ ബോട്ട് മോട്ടോർ കാർ ഫോർ ബിസിനസ് ₹1 lakh, അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. അടുത്തത് ഓപ്ഷൻ ബി പെയ്ഡ് എംപ്ലോയി സാലറി ₹1000. നമ്മുടെ ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് 1000 രൂപ ശമ്പളം കൊടുത്തു. അതും ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ഓർക്കണം, നമ്മളോട് ബിസിനസ് ഇടപാടല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ഓപ്ഷൻ സി പെയ്ഡ് സൺസ് ഫീ ഫ്രം ബിസിനസ് ₹2000. ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫീസ് ബിസിനസ്സിൽ നിന്നും 2000 രൂപ എടുത്തിട്ട് കൊടുത്തു. ബിസിനസ്സിൽ നിന്നും 2000 രൂപ എടുത്തിട്ട് ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫീസ് അടച്ചു. മകൻ്റെ ഫീസ് അടയ്ക്കുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെടാത്ത ഒന്നാണെങ്കിലും ഇവിടെ മകൻ്റെ ഫീസ് അടയ്ക്കുന്നത്, ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫീസ് അടയ്ക്കുന്നത് ബിസിനസ്സിൽ നിന്നും പൈസ എടുത്തിട്ടാണ്, പണം എടുത്തിട്ടാണ്. അങ്ങനെ ബിസിനസ്സിൽ നിന്നും പണം എടുത്തിട്ട് മകൻ്റെ ഫീസ് അടയ്ക്കുമ്പോൾ അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരിടപാടാണ്. അടുത്തത് ഓപ്ഷൻ ഡി പെയ്ഡ് സൺസ് ഫീ ഫ്രം ഹിസ് പേഴ്സണൽ അക്കൗണ്ട് ₹2000. ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പണം എടുത്തിട്ട്, ബിസിനസ്സിലെ പണമല്ല ഉപയോഗിച്ചത് മകൻ്റെ ഫീസ് അടയ്ക്കാൻ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പണം എടുത്തിട്ട് മകൻ്റെ ഫീസ് അടച്ചു. അപ്പോൾ ഇതേതാണ്? ഇത് ബിസിനസ്സുമായി ബന്ധപ്പെടാതെ വരുന്ന ഒരു ട്രാൻസാക്ഷനാണ്. ബിസിനസ്സുമായി ബന്ധപ്പെടാത്ത ഒരു ട്രാൻസാക്ഷനാണ് ഓപ്ഷൻ ഡി പെയ്ഡ് സൺ ഫീ ഫ്രം ഹിസ് പേഴ്സണൽ അക്കൗണ്ട് ₹2000. കാരണം ഇവിടെ മകൻ്റെ ഫീസ് അടയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകാരൻ്റെ വ്യക്തിപരമായ പണം എടുത്തിട്ടാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്ത ഇടപാട് എന്നതിന് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യന് 2018 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ചൂസ് എ കറണ്ട് അസറ്റ് ഓഫ് എ വെജിറ്റബിൾ മർച്ചൻറ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പച്ചക്കറി കടക്കാരൻ്റെ കറണ്ട് അസറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്.
ആ 4 ഓപ്ഷനിൽ ഏതാണ് കറണ്ട് അസറ്റ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ബിൽഡിംഗ്, ഓപ്ഷൻ ബി ഫർണിച്ചർ, ഓപ്ഷൻ സി സ്റ്റോക്ക് ഓഫ് വെജിറ്റബിൾ, ഓപ്ഷൻ ഡി വെയിറ്റിംഗ് മെഷീൻ. ഇതിൽ ഓപ്ഷൻ എ ബിൽഡിംഗ് ഒരു ഫിക്സഡ് അസറ്റ് ആണെന്ന് നമുക്കറിയാം. ഓപ്ഷൻ ബി ഫർണിച്ചർ ഒരു ഫിക്സഡ് അസറ്റ് ആണ്. ഓപ്ഷൻ ഡി വെയിറ്റിംഗ് മെഷീൻ, വെയിറ്റ് നോക്കാൻ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ വെജിറ്റബിൾസിൻ്റെ വെയിറ്റ് നോക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണത്. അതും ആ ഒരു വെജിറ്റബിൾ മെർച്ചൻറ്റിൻ്റെ പച്ചക്കറി കടക്കാരൻ്റെ ഫിക്സഡ് അസറ്റ് ആണ്. ഓപ്ഷൻ സി സ്റ്റോക്ക് ഓഫ് വെജിറ്റബിൾ, സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റ് ആണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി സ്റ്റോക്ക് ഓഫ് വെജിറ്റബിൾ ആണ് ഈ ഒരു വെജിറ്റബിൾ മെർച്ചൻറ്റിൻ്റെ പച്ചക്കറി കടക്കാരൻ്റെ കറണ്ട് അസറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യന് 2014 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ദ അസറ്റ് ഡെപ്റ്റേഴ്സ് വിൽ ബി പ്ലേസ്ഡ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് ഏത് അസറ്റിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ റിയൽ അസറ്റ്, ഓപ്ഷൻ ബി ഫിക്സഡ് അസറ്റ്, ഓപ്ഷൻ സി കറണ്ട് അസറ്റ്, ഓപ്ഷൻ ഡി ഹ്യൂമൻ അസറ്റ്. അപ്പോൾ ഡെപ്റ്റേഴ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? സൺട്രി ഡെപ്റ്റേഴ്സ് അഥവാ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് വിളിക്കുന്ന ഒരു അസറ്റാണെന്ത്? ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാരാണ്. ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡെപ്റ്റേഴ്സിന് ഒരു കറണ്ട് അസറ്റ് ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി കറണ്ട് അസറ്റ് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2015 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പിക്ക് ഔട്ട് ദ റോങ് പെയർ, സ്റ്റേറ്റ് ദ റീസൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റോങ് പെയർ ഏതാണ്, തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. ആ ജോഡി തെറ്റാനുള്ള കാരണം കൂടി എഴുതി വെക്കുക. റോങ് പെയർ ആവാനുള്ള കാരണം കൂടി എഴുതി വെക്കണം. റോങ് പെയർ, തെറ്റായ ജോഡി കണ്ടെത്താൻ ഈ ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ പേറ്റന്റ് കോപ്പിറൈറ്റ്, ഓപ്ഷൻ ബി സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ്, ഓപ്ഷൻ സി സാലറി റെന്റ്, ഓപ്ഷൻ ഡി ക്യാഷ് ഫർണിച്ചർ. നമുക്ക് ഈ 4 ഓപ്ഷനും ഈ 4 പെയറും 4 ജോഡികളൊന്ന് പരിശോധിച്ച് നോക്കാം. ഓപ്ഷൻ എ പാറ്റന്റ് കോപ്പിറൈറ്റ്. പാറ്റന്റും കോപ്പിറൈറ്റും എന്തിനുദാഹരണമാണ്? ഇൻടാഞ്ചിബിൾ അസറ്റുകൾക്ക്, തൊടാനും കാണാനും കഴിയാത്ത അസറ്റുകൾക്ക് ഉദാഹരണമാണ് പാറ്റന്റും കോപ്പിറൈറ്റും. അപ്പോൾ ഓപ്ഷൻ എ പാറ്റന്റ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് റോങ് പെയർ അല്ല, തെറ്റായ ജോഡിയല്ല, റൈറ്റ് പെയർ ആണ്, ശരിയായ ജോഡിയാണ്. അപ്പോൾ അടുത്ത ഓപ്ഷൻ ബി സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ്. സ്റ്റോക്കും ഡെപ്റ്റേഴ്സും എന്തിന് ഉദാഹരണമാണ്? കറണ്ട് അസറ്റിന് ഉദാഹരണമാണ്. സ്റ്റോക്കും ഡെപ്റ്റേഴ്സും എന്ത് തന്നെയാണ്? കറണ്ട് അസറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി സ്റ്റോക്കും ഡെപ്റ്റേഴ്സ് അല്ല റോങ് പെയർ. അടുത്തത് ഓപ്ഷൻ സി സാലറി റെന്റ്. സാലറിയും റെന്റും എന്തിനാ ഉദാഹരണം? എക്സ്പെൻസുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ രണ്ടും എക്സ്പെൻസ് ആണ്, സാലറി റെന്റും. അപ്പോൾ അതുമല്ല റോങ് പെയർ. ഓപ്ഷൻ സി അല്ല റോങ് പെയർ. അടുത്ത ഓപ്ഷൻ ഡി ക്യാഷ് ഫർണിച്ചർ. ക്യാഷ് എന്താണ്? ഒരു കറണ്ട് അസറ്റാണ്. ഫർണിച്ചർ എന്താണ്? ഒരു ഫിക്സഡ് അസറ്റ് ആണ്. ക്യാഷ് ഒരു കറണ്ട് അസറ്റും ഫർണിച്ചർ ഒരു ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ ഇതിൽ റോങ് പെയർ ഏതാണ്? ഓപ്ഷൻ ഡി ക്യാഷ് ആൻഡ് ഫർണിച്ചർ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. തെറ്റായ ജോഡി റോങ് പെയർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഡി ക്യാഷ് ആൻഡ് ഫർണിച്ചർ ആണ്. കാരണം ക്യാഷ് ഒരു കറണ്ട് അസറ്റും ഫർണിച്ചർ ഒരു ഫിക്സഡ് അസറ്റുമാണ്. ഇത്ര എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യന് 2018 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നോട്ട്ബുക്ക് പർച്ചേസ്ഡ് ബൈ എ സ്റ്റേഷനറി ഷോപ്പ് കംസ് അണ്ടർ. സ്റ്റേഷനറി ഷോപ്പ് നോട്ട് ബുക്ക് പർച്ചേസ് ചെയ്തത്, വാങ്ങിയത് ഏതിൻ്റെ അണ്ടറിലാണ്? താഴെ കൊടുത്തിരിക്കുന്ന ഏത് അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ നമുക്ക് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ അസറ്റ്, ഓപ്ഷൻ ബി ഇൻകം, ഓപ്ഷൻ സി പർച്ചേസ്, ഓപ്ഷൻ ഡി ലയബിലിറ്റീസ്. ഇവിടെ സ്റ്റേഷനറി ഷോപ്പാണ് നോട്ട് ബുക്ക് പർച്ചേസ് ചെയ്തത്. സ്റ്റേഷനറി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നോട്ട് ബുക്ക്, പെന്ന്, പെൻസില്, A4 പേപ്പർ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേഷനറി ഷോപ്പ്. അപ്പോൾ നോട്ട് ബുക്ക്, ഒരു സ്റ്റേഷനറി ഷോപ്പ് എന്തിനായിരിക്കും നോട്ട് ബുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക? വിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും.
സ്റ്റേഷനറി ഷോപ്പിൻ്റെ ഗുഡ്സ് ആണ് നോട്ട്ബുക്ക്, സാധനങ്ങളാണ് നോട്ട്ബുക്ക്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ അത് നമ്മൾ ഇതിലാണ് കാണിക്കുക, പർച്ചേസിലാണ് കാണിക്കുക. ഇവിടെ സ്റ്റേഷനറി ഷോപ്പ് വാങ്ങിയ നോട്ട്ബുക്ക് അവരുടെ പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ഇവിടെ സ്റ്റേഷനറി ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം നോട്ട്ബുക്ക് എന്ന് പറയുന്നത് അവരുടെ ഗുഡ്സാണ്, ഉൽപ്പന്നമാണ്, വിൽക്കാൻ വെച്ചിരിക്കുന്ന ഉൽപ്പന്നമാണ്. അപ്പോൾ ഈ സ്റ്റേഷനറി ഷോപ്പ് നോട്ട്ബുക്ക് വാങ്ങിയത് ഏതിലാണ് കാണിക്കേണ്ടത്? പർച്ചേസിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, പർച്ചേസ് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യന് 2016 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഗുഡ്സ് റിട്ടേൺ ബൈ ദ കസ്റ്റമേഴ്സ് ആർ ആൾസോ നോൺ ആസ്. കസ്റ്റമേഴ്സ്, നമ്മുടെ ഉപഭോക്താക്കൾ നമ്മുടെ ബിസിനസ്സിലേക്ക് തിരിച്ചു തരുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ആ ടേമിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കസ്റ്റമർ നമുക്ക് ഉൽപ്പന്നങ്ങൾ തിരിച്ചു തരുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മുടെ ബിസിനസ് കസ്റ്റമറിലേക്ക് വിറ്റ സാധനങ്ങൾ കസ്റ്റമർ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് തന്നെ തിരിച്ചു തരുന്നതിനെ അക്കൗണ്ടിങ്ങിൽ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പർച്ചേസ് റിട്ടേൺ, ഓപ്ഷൻ ബി റിട്ടേൺ ഔട്ട്വേർഡ്, ഓപ്ഷൻ സി റിട്ടേൺ ഇൻവേർഡ്, ഓപ്ഷൻ ഡി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഓപ്ഷൻ എ പർച്ചേസ് റിട്ടേൺ അല്ല. കാരണം പർച്ചേസ് റിട്ടേൺ നമ്മൾ സപ്ലയർക്ക് റിട്ടേൺ കൊടുക്കുമ്പോൾ, ബിസിനസ് സപ്ലയർക്ക് റിട്ടേൺ കൊടുക്കുമ്പോൾ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ പർച്ചേസ് റിട്ടേൺ അല്ല, കാരണം ഇത് കസ്റ്റമറാണ് നമുക്ക് തിരിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ ബി റിട്ടേൺ ഔട്ട്വേർഡ്. പർച്ചേസ് റിട്ടേണെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിട്ടേൺ ഔട്ട്വേർഡ്. അപ്പോൾ റിട്ടേൺ ഔട്ട്വേർഡ് അല്ല ഉത്തരം. ഓപ്ഷൻ സി റിട്ടേൺ ഇൻവേർഡ്. റിട്ടേൺ ഇൻവേർഡിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? റിട്ടേൺ ഇൻവേർഡ് എന്ന് പറയുന്നത്. സെയിൽസ് റിട്ടേണെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? റിട്ടേൺ ഇൻവേർഡ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ് കസ്റ്റമറിലേക്ക് വിറ്റ സാധനങ്ങൾ കസ്റ്റമർ നമുക്ക് തിരിച്ചു തരികയാണെങ്കിൽ, ഗുഡ്സ് നമുക്ക് റിട്ടേൺ തരികയാണെങ്കിൽ, നമ്മൾ കസ്റ്റമർക്ക് വിറ്റ ഗുഡ്സ് കസ്റ്റമർ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തിരിച്ചു തരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? റിട്ടേൺ ഇൻവേർഡ് അഥവാ സെയിൽസ് റിട്ടേൺ. ഈ ക്വസ്റ്റ്യനിലും അതുതന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. കസ്റ്റമർ ഗുഡ്സ് റിട്ടേൺ തരുന്നതിന് എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്? സെയിൽസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഇൻവേർഡ് ആണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, റിട്ടേൺ ഇൻവേർഡ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.